ഹേയ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ് ഈ സ്നെയിൽ മ്യൂസിൻ്റെ സെറം അല്ലല്ലോ, എസെൻസ് ആണ്. സോ ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുവാണ്. അതായത് 1 month ഒന്നുമല്ല, ഞാൻ കുറേ നാളായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടും ഇത് തീർന്നിട്ടൊന്നുമില്ല, കുറേ ഉണ്ട്. ഇനി ഈ പ്രൊഡക്റ്റിനകത്ത് ഇത് ഇത്രയും ഉണ്ട്. അപ്പം ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്യാം എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഇതിനെ പറ്റിയിട്ടുള്ള ചെറിയൊരു റിവ്യൂ ഞാൻ പറയാം. ആദ്യം മേടിച്ച സമയത്ത് എനിക്ക് വലിയ ഇഷ്ടമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷേ എനിക്ക് നേരെ തിരിച്ചായിരുന്നു. ഞാൻ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ ഫേസിൽ അങ്ങനെ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് ചെറുതായിട്ട് പിമ്പിൾസ് വന്നു. എൻ്റെ സ്കിൻ ഒന്ന് ഡള്ളാവുന്ന പോലെ ഫീൽ ചെയ്തു. പിന്നെ ഞാൻ കുറച്ച് നാൾ നിർത്തി. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങി. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ പ്രൊഡക്റ്റ്. വലിയ ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചാലല്ല, പക്ഷെ എന്നാലും നമ്മുടെ സ്കിന്നിനൊരു ഡിഫറൻസ് നമുക്ക് കിട്ടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് ആക്ച്വലി ഭയങ്കര ഞാൻ എന്തായിരുന്നു എൻ്റെ വിഷ് ലിസ്റ്റിൽ ഇട്ടിട്ട് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഈ സ്നെയിൽ മ്യൂസിൻ്റെ സിറം എന്ന് പറയല് എസെൻസ്. ഇതെങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ടോണർ അടിക്കുക. നമ്മുടെ വെറ്റ് ആയിട്ടുള്ള സ്കിന്നിലാണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ ഈ പ്രൊഡക്റ്റ് മേടിക്കുമെന്ന് ചോദിച്ചാൽ മേടിക്കത്തില്ല, പക്ഷേ ഇത് അടിപൊളി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. കാരണം നമ്മുടെ സ്കിന്ന് ഗ്ലോ ആവാൻ ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഇതാണ്, സ്നെയിൽ മ്യൂസിൻ. പക്ഷേ ഇത് ഇത്തിരി വേർത്ത് എന്ന് പറഞ്ഞാൽ വേർത്താണ്. പക്ഷെ ഒരു കാര്യമുണ്ട്, പൈസ കൂടുതലാണ്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. പൈസ ഒത്തിരി കൂടുതലായതുകൊണ്ട് നമുക്കിത് അത്ര, പക്ഷെ ഇത് വാങ്ങിച്ച് വെച്ച് നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനുണ്ടായിരിക്കും. അത് നമ്മുടെ ന്യൂട്രിഡമും അങ്ങനെ തന്നെ, നമ്മൾ മേടിച്ച് വെച്ച ഒരു 3-4 മാസം ഉപയോഗിക്കാനൊക്കെ കാണും. ഇത് ഞാൻ വാങ്ങിച്ചത് സെപ്റ്റംബറിലായിരുന്നു തോന്നുന്നു. സെപ്റ്റംബറിലോ അതോ ജൂലൈ, കഴിഞ്ഞ വർഷം ആ ടൈമിൽ എന്തുവാണ് ഞാൻ മേടിച്ചത്. ഇപ്പോഴും എൻ്റെ കയ്യിൽ ഇരിക്കുന്നത്. ഇപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നുണ്ട് ഇത്. അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ട്. കാരണം എൻ്റെ സ്കിന്ന് ഗ്ലോ വെച്ചിട്ടുണ്ട്, കുറേ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾ ഇത് തന്നെ മേടിക്കണമെന്നില്ല. ഇപ്പോൾ വിഷ് കെയറിൻ്റെ ഇറങ്ങിയിട്ടുണ്ട്, കുറേ ബ്രാൻഡ് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഇറങ്ങുന്നുണ്ട് ഈ നമ്മുടെ സ്നെയിൽ മ്യൂസിൻ്റെ ഒരിത്. പിന്നെ ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നില്ല ഇത് എല്ലാ സ്കിൻ ടൈപ്പിനും ചേരുമെന്ന്. കുറേ പേർക്കൊക്കെ റിസൾട്ട് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ട്. മേ ബി ഇത് നമ്മുടെ കൊറിയക്കാരുടെ ഒരു ബ്രാൻഡ് അല്ലേ അതെ. അപ്പം ഇതിന് നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് ചേരുന്ന സ്നെയിൽ മ്യൂസിൻ ഇറങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്. ഇത് മേടിക്കുന്ന സമയത്ത് അത് മേടിച്ചാലും നമുക്ക് ഇതേ റിസൾട്ട് തന്നെ കിട്ടും. ഇത് സെക്കൻഡ് ടൈമിലൊക്കെ മേടിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. അത്രയും അടിപൊളി പ്രോഡക്റ്റ് ആണ്. ഞാൻ പറഞ്ഞില്ല, അത് എനിക്ക് എൻ്റെ സ്കിന്നിന് സ്യൂട്ട് ആയിട്ടില്ല. പിന്നെ ഞാൻ യൂസ് ചെയ്ത് വന്നിട്ടാണ് എനിക്കിത് സ്യൂട്ട് ആയത്. അതായത് എൻ്റെ മുഖത്ത് പിമ്പിൾസ് വന്നിട്ടുള്ള പാടുകളൊക്കെ ഫെയ്ഡ് ആയിട്ടുണ്ട്. അങ്ങനെ കുറേ നല്ല നല്ല കാര്യങ്ങൾ ഇതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നില്ല ഇത് ബ്രൈറ്റ് ആക്കുമെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആക്കുന്ന ഒരു പ്രൊഡക്റ്റേ അല്ല ഇതൊന്നും. ഇത് നമ്മുടെ സ്കിൻ ക്ലിയർ ആക്കും, നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ആ ഒരു പാട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിത്തരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇത് നമ്മുടെ ഒരു എസെൻസ് ആണ്, അതായത് സെറവും ക്രീമും ഒന്നും അല്ല ഇത്. അതായത് നമ്മൾ ടോണർ അപ്ലൈ ചെയ്ത്, അല്ലെങ്കിൽ ടോണർ ഇല്ലെങ്കിൽ മുഖം ഒന്ന് കഴുകി ആ സമയത്ത് തന്നെ ഈ പ്രൊഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോഴേ നമുക്ക് റിസൾട്ട് കിട്ടത്തുള്ളൂ. അതായത് വെറ്റ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം. ഞാൻ ആദ്യത്തെ സമയത്തൊക്കെ എനിക്ക് തോന്നുന്നത്, ആദ്യം എനിക്ക് റിസൾട്ട് കിട്ടാതെ വന്നത് ഞാൻ വെറ്റ് ആക്കാതാണ് ഇത് യൂസ് ചെയ്തത്. അതായത് മുഖത്ത് ടോണർ ഒന്നും അപ്ലൈ ചെയ്യാതാണ് യൂസ് ചെയ്തത്. അപ്പോഴാണ് എനിക്ക് പിമ്പിൾസ് ഒക്കെ വന്നത്. അല്ലാതെ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, അതായത് ടോണർ അപ്ലൈ ചെയ്ത്, എസെൻസ് യൂസ് ചെയ്ത്, സിറം യൂസ് ചെയ്ത്, മോയ്സ്ചറൈസർ ഇട്ട്, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതായത് സ്കിന്നൊക്കെ ഡാമേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് മേടിക്കുകയാണെങ്കിൽ അടിപൊളി റിസൾട്ട് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. ഞാനിത് മേടിച്ചത് നൈക്കയിൽ നിന്നാണ്. ഇത് എക്സ്പെൻസീവ് ആണ്, പക്ഷെ നമുക്ക് അത്രയും റിസൾട്ട് കിട്ടും. അതായത് നമ്മൾ സ്കിൻ ഡാമേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ ഒരുപാട് പ്രോഡക്റ്റ് വാങ്ങിച്ച് പൈസ കളയുന്നതിനേക്കാളും നല്ലതാണ് ഒറ്റയ്ക്ക് ഇത് മേടിച്ചാൽ നിങ്ങൾക്ക് അത്ര റിസൾട്ട് കിട്ടും. പിന്നെ ഇത് നമ്മുടെ ഇന്ത്യൻ സ്കിന്നുകാർക്ക് അത്രയും നല്ല ഒരു സ്കിൻ ടോൺ നല്ല കേട്ടോ. സ്കിന്നുകാർക്ക് അത്രയും ചിലപ്പോൾ ഇച്ചിരി പ്രശ്നങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതിന് പകരം നമ്മുടെ വിഷ് കെയറിൻ്റെ ഉണ്ട്, ബോഡി വൈസിൻ്റെ ഉണ്ട്. ഞാൻ കുറച്ച് നല്ല നല്ല സ്നെയിൽ മ്യൂസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് മേടിക്കാമല്ലോ. ഇതും അടിപൊളിയാണ്. അതൊന്നും വേണ്ട എങ്കിൽ നിങ്ങൾക്ക് ഇത് മേടിക്കാം. ഇത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. സ്കിന്നൊക്കെ നല്ല ക്ലിയർ ആവും, ഗ്ലോ ആവും, കുറേ നല്ല നല്ല കാര്യങ്ങൾ ഉണ്ടാവും. അതായത് നമ്മളിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമല്ല, നമ്മൾ അല്ലാതെ ഒരു പെർമനൻ്റ് ആയിട്ട് അത് ഗ്ലോ വരത്തില്ലേ. അതായത് യൂസ് ചെയ്ത് നമ്മുടെ സ്കിൻ ആ ഒരു ഇതിലേക്ക് വരില്ലേ, അപ്പം അങ്ങനത്തെ ഒരു ഗ്ലോ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. സ്കിന്ന് ഡാമേജ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതെന്തായാലും മസ്റ്റായിട്ട് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഇത് മാത്രമല്ല, അതായത് വേറെ അഫോർഡബിൾ ആയിട്ടുള്ള
സ്നെയിൽ മ്യൂസിനൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്താലും മതി. ഇത് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട് കാര്യമില്ല, കറക്റ്റായിട്ട് എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ട് മാത്രം ഈ സാധനം മേടിച്ച് യൂസ് ചെയ്യാം കേട്ടോ. കുറേ പേര് ഇത് യൂസ് ചെയ്തിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറയുന്നുണ്ട്. മേ ബി അവർ യൂസ് ചെയ്യുന്ന സ്റ്റെപ്പ് തെറ്റായിരിക്കും. അതായത് ചില ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ ആദ്യമൊക്കെ അങ്ങനെയാണെന്ന് തോന്നുന്നുണ്ട് യൂസ് ചെയ്തത്. അതായത് സെറൊക്കെ യൂസ് ചെയ്ത് ലാസ്റ്റ് ഇത് യൂസ് ചെയ്ത്, അങ്ങനെയല്ല. ആദ്യം ഇതാണ് യൂസ് ചെയ്യേണ്ടത്. അതായത് ആദ്യം ടോണർ, അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്. അത് എസെൻസ് ആണ്, സെറം അല്ല. നമ്മൾ ക്രീമാന്നൊക്കെ പറഞ്ഞിട്ട് എടുത്ത് അപ്ലൈ ചെയ്യും. ഞാൻ ആദ്യം ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാനിത് ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിലാണ് ഇത് അപ്ലൈ ചെയ്തത്. അതുകൊണ്ട് എനിക്ക് പിമ്പിൾസ് വന്നു, അതുകൊണ്ടാണ് പ്രശ്നം വന്നത്. പിന്നെ ഞാനത് വെറ്റാക്കി യൂസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയപ്പം പിന്നെ കുറേ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് വെറ്റായിട്ട്, അതായത് ടോണർ അപ്ലൈ ചെയ്ത് അത് ഡ്രൈ ആവാൻ നിൽക്കരുത്. ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ സ്കിന്നിൽ ഈ സാധനം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഞാൻ ഡ്രൈ ആയിട്ട് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പ്രശ്നം വന്നത് സ്കിന്നിനും. അപ്പം നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ യൂട്യൂബിലൊക്കെ നോക്കി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ ഉള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് എന്തായാലും കിട്ടും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് സ്കിന്ന് ഡാമേജ് ആയിട്ട് ഇരിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. നല്ല റിസൾട്ട് എന്തായാലും ഉണ്ടാവും. യൂസ് ചെയ്തിട്ട് കമൻറ്റ് ഇതിൽ കൊടുക്കാം. നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയാൽ നല്ലതാണെങ്കിൽ, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ള ആൾക്കാരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും കൂടെ കാണിച്ചു തരാം. കുറച്ച് പ്രോഡക്റ്റ് മാത്രം മതി, നമ്മൾ സെറം ഒക്കെ അപ്ലൈ ചെയ്യുന്ന പോലെ അപ്ലൈ ചെയ്താൽ മതി. ആക്ച്വലി ഞാൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, സോ അതുകൊണ്ട് ഇത് ഒരു ബോറായി പോകും. കുറച്ച് ഇവിടെയും കുറച്ച് ഇവിടെയും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്കിന്ന് കണ്ടില്ല നല്ല ഗ്ലോ ഉണ്ട്. സോ ഇങ്ങനെ വരും. കുറച്ച് മാത്രം പ്രൊഡക്റ്റ് മതി. അതുകൊണ്ട് നമുക്കിത് ഒത്തിരി കാണും, കുറേ നാളത്തേക്ക് ഉണ്ടാവും. അതെന്താണ് ഷുവറായിട്ടുള്ളൊരു കാര്യമാണ്. ഒത്തിരി വാരി വലിച്ച് മുഖത്ത് ക്രീം ഇടുന്ന പോലെ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. സോ എല്ലാവരും ഇത് യൂസ് ചെയ്ത് വേണമെങ്കിൽ നോക്കാം. എന്തായാലും നല്ല അഫോർഡബിൾ. അതായത് ജസ്റ്റ് ഒരു ഇത് ഇത്ര എടുത്ത് ഫേസിൽ മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ സിറം അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അത്രയും ക്വാണ്ടിറ്റി മതി, ഒരുപാട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം എനിക്ക് ഇതിനെ പറ്റി ഇതാണ് പറയാനുള്ളത്. ഒരു അടിപൊളി പ്രൊഡക്റ്റ് ആണ്. സോ എല്ലാവരും യൂസ് ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ വേറെ പ്രൊഡക്റ്റിൻ്റെ, അതായത് വേറെ സ്റ്റെയിൽ മ്യൂസിക് അഫോർഡബിൾ ആയിട്ടുള്ളതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. സോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ബൈ ബൈ.